ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ഞാനിതിനു മുന്നേ ഒരു 3 വർഷം മുന്നെയാണ് ബ്രദറുടെ ധ്യാനം കൂടിയത്. അന്ന് മുതൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു ജീവിതത്തിൽ. അതിന് സഹായിച്ചത് ജ്ഞാനത്തിൻ്റെ സംഭവം. ബൈബിള് കുറേ പ്രാവശ്യം മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഇത്ര അർത്ഥവത്തായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. സങ്കീർത്തനങ്ങൾ ഒരുവിധം ഇവരിറക്കിയ CD-യിൽ ഒരുവിധമൊക്കെ പഠിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് എന്താ എൻ്റെ ഗുണം എന്ന് വെച്ചാൽ വീട്ടിലൊരു സമാധാനം. പിന്നെ അന്ന് തന്നെ പറഞ്ഞിരുന്നു, കണ്ടിട്ടും കണ്ടില്ല, അത് അന്ന് തൊട്ട് പ്രാവർത്തികമായെങ്കിലും ഇപ്പോൾ കൂടുതൽ ഒന്നുകൂടി ഒരു അങ്ങനെ ചെയ്യാനുള്ളൊരു ബോധ്യം കൂടിയിട്ടുണ്ട്. അന്നെന്തായാലും ഈ ഫരിസേയ മനോഭാവം എന്നൊക്കെ അന്ന് നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് പ്രാവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കൂടുകയാണ്. ആ സമൂഹത്തിലായാലും വീട്ടിലായാലും ഒറ്റപ്പെടുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് പ്രശ്നമില്ല. 100 ആൾ വന്നാലും ഞാൻ എൻ്റേതായ ബോധ്യം ഉറച്ചു നിൽക്കുന്നുള്ളൊരു ഇത് ഈ വക ജ്ഞാനത്തിൻ്റെ പുസ്തകവും സങ്കീർത്തനത്തിനൊക്കെയാണ് അത് കിട്ടിയത്. പിന്നെ ബ്രദറുടെ ഈ ധ്യാനങ്ങൾ യൂട്യൂബിൽ ദിവസം 2, 3 ചിലപ്പോൾ 4 മണിക്കൂറും പല പ്രാവശ്യമായിട്ട് കേട്ടിട്ടുണ്ട്. അത് പല ആളുകൾക്കുള്ളത്. അപ്പം അതിലും ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഒന്നാണെങ്കിലും പലതും വ്യത്യസ്തമായിട്ടുള്ള പല കാഴ്ചപ്പാടുകൾ കിട്ടാൻ എനിക്കതിന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ബൈബിൾ വചനങ്ങൾ അത് ആളുകൾ വളച്ചൊടിച്ച് പറയുന്നതൊക്കെ ഉണ്ട്. കുറേയൊക്കെ ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഞാനും ഭാര്യ തമ്മിൽ വഴക്കുണ്ടായത്, അധികം വാരി വലിച്ച് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. നമ്മുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സറിയുന്ന ദൈവം നമുക്കത് നടത്തി തരും. അതില്ല, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മുടെ അപ്പോൾ നിൻ്റെ ആവശ്യങ്ങൾ പറയാനുള്ള ഒരു ഇതല്ലാന്ന് ഇവിടെ വന്നപ്പോഴും കൂടുതൽ ബോധ്യമായത്. അത് നമ്മുടെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തൃഷ്ണ, അതിനെക്കുറിച്ചാണ് പറയണതെന്ന് എനിക്കിതിലൊരു പുതിയൊരു അവബോധം കിട്ടി. പിന്നെ കുപ്പർട്ടീനോ, സെൻറ്റ് ജോസഫ് ഓഫ് കുപ്പർട്ടീനോ, ഫ്ലൈങ് സെയിൻ്റ് എന്നാ പറയുക, പറക്കുന്ന വിശുദ്ധൻ. അതിനെക്കുറിച്ച് ബ്രദർ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞപ്പോൾ അത് കണ്ടു. ആദ്യമൊന്നും അത്ര ഇതായില്ല. പിന്നെ കാണും തോറും 3-4 പ്രാവശ്യം കൊണ്ട് കാണും തോറും നമുക്ക് വിഷമം വരും. ഇത്രയും ഒരു എന്താ പറയുക, ഒരു എളിമ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറേ ഇല്ലാത്തതാണ്. അത്രയും ഒരു എളിമ അച്ഛനാവാൻ ഉന്തി തള്ളി വിട്ടതാണ്. എന്നാലും ദൈവം വിട്ടില്ല. അതാണ് നമുക്ക് ഇതുവരെയുള്ള ഈ ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലായത്. നമ്മളൊരു ഇനീഷ്യേഷൻ എടുത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വരുമ്പോൾ നമുക്കത് കൂടുതൽ അതിന് ശക്തി കിട്ടും. ഈ വിശുദ്ധൻ ഇങ്ങനെ കുർബാനയുടെ നേരത്തെ ഇങ്ങനെ തന്നെ പൊങ്ങി വരിക. അപ്പോൾ അത് വേറൊരു അച്ഛനത് പറഞ്ഞു, ഇത് ഭൂതമാണ്, ഇത് ഭൂതത്തിൻ്റെ ശക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങലയിലിട്ട് പൂട്ടി ഒരു ഗുഹയിലുള്ളിൽ. എന്നിട്ടും ആ ദൈവത്തിൻ്റെ ആ ശക്തി കണ്ടപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. അങ്ങനെ ആ വിശുദ്ധനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. പിന്നെ ബ്രദറുടെ ധ്യാനം അതിൽ പങ്കെടുക്കണം എന്നുള്ള അധികം ആഗ്രഹം കൊണ്ട് വന്നതാണ്. എന്താണെങ്കിൽ യൂട്യൂബിൽ കണ്ട് ഇങ്ങനെ മണവാളൻ ഓസ്ട്രിയയിൽ നിന്ന്, ആദ്യം യൂറോപ്പിലാണ്. അപ്പോൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ മണവാളൻ പുറമെയാണ്, കണ്ടിട്ട് നാൾ കുറേ. അപ്പോൾ അതുകൊണ്ട് ആ കണ്ട് ഒരു നമുക്ക് കുറേ അനുഗ്രഹ പ്രഭാഷണങ്ങൾ കേൾക്കാനും നേരിട്ട് കണ്ട് പരിചയം പുതുക്കാനും ഞാൻ വന്നതാണ്. താങ്ക് യു.